ഇരിക്കട്ടെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും റഹ്മത്താണ്. അതുകൊണ്ടാണ് ഖുർആൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതിന് മാത്രാണോ അല്ല, പെണ്ണിന് മാത്രാണോ അല്ല, മനുഷ്യന് മാത്രാണോ അല്ല, ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രാണോ അല്ല, ജീവനില്ലാത്ത വസ്തുക്കൾക്കും ജീവനുള്ള വസ്തുക്കൾക്കും ഓരോ മൃഗങ്ങൾക്കും മിണ്ടാപ്രാണികൾക്കും എല്ലാവർക്കും കാരുണ്യമായി അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകനാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ വേദങ്ങൾക്ക് ഇന്ന് ഉമ്മമാരെ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്ക് വന്നിട്ട് സങ്കടം പറയുന്ന കല്ലുകൾ ഉണ്ടായത്, അവിടുത്തെ മുന്നിലേക്ക് വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന മരങ്ങൾ ഉണ്ടായത്, അതുകൊണ്ടാ അവിടുത്തെ മുന്നിലേക്ക് വന്ന് സംസാരിക്കുന്ന ഒട്ടകങ്ങൾ ഉണ്ടായത്, അവിടുത്തെ മുന്നിലേക്ക് വന്ന് സംസാരിക്കുന്ന ജീവികൾ ഉണ്ടായത്, ആൺപേടകൾ ഉണ്ടായത്, അവിടത്തേക്ക് തണല് നൽകുന്ന പറവകൾ ഉണ്ടായത്, അവിടത്തേക്ക് സംരക്ഷണം നൽകുന്ന ചലനദിവലകൾ ഉണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ. ഖുർആൻ വെറുതെ പറഞ്ഞതാണോ അല്ല, വെറുതെ പഠിപ്പിച്ചതാണോ അല്ല, വെറുതെ നിങ്ങളോടും എന്നോടും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണോ അല്ല, യഥാർത്ഥത്തിൽ ജീവിതത്തിലെ അനുഭവം കൊണ്ട് അനുഭവിക്കാനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളെക്കാൾ സ്നേഹമുണ്ടായിരുന്ന മരങ്ങൾ അവിടുത്തെ കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ശരി. എന്നെക്കാൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ടായിരുന്ന കല്ലുകളൊന്ന് ജീവിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകാൻ സാധ്യതയില്ല. എന്നെക്കാൾ ഹബീബായ നബി തങ്ങൾ അറിഞ്ഞിരിക്കുന്ന അതേ മാൻപേടകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയാൻ നിർവാഹമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിയായ നിലയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒട്ടകങ്ങൾ അവിടുത്തെ കാലത്ത് ജീവിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാകാൻ സാധ്യതയില്ല. തങ്ങളെ മുന്നിലേക്ക് സങ്കടം പറയാൻ വന്ന ഒട്ടകങ്ങളുണ്ട്. ചെറുപ്പക്കാരും വേളുകൾക്കും ചെറുപ്പക്കാരും നേരിട്ട് നിന്നാൽ നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവിടത്തോട് മഹബ്ബത്ത് അധികരിക്കാൻ കാരണമാകുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. കറാമത്തുകൾ എങ്ങനെ പറയണമെന്നറിയില്ല, കറാമത്തുകൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നറിയില്ല, എവിടെയാ പറയേണ്ടത് എന്നറിയില്ല, എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയില്ല, എന്താണ് യഥാർത്ഥത്തിൽ കറാമത്ത് എന്നും അറിയില്ല. ഇതിന്റെ പേരിൽ കറാമത്തുകളെ സമൂഹത്തിനിടയിലേക്ക് കൊണ്ടുപോയി എലിച്ചിട്ടിട്ട് ഉള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്നു ഏതെങ്കിലും വിവരദോഷികളെ വാക്ക് കേട്ടിട്ടു. കറാമത്ത് നിഷേധികളാകരുതേ ഉമ്മമാരെ, കറാമത്ത് നിഷേധികളാകരുതേ ചെറുപ്പക്കാരെ, വിവരദോഷികളെ വാക്ക് കേട്ടിട്ട് കറാമത്തില്ല എന്ന് വിശ്വസിക്കുന്നവരാകരുത്, ഒഴിച്ചില്ല എന്ന് വിശ്വസിക്കുന്നവരാകരുത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത മുഅ്ജിസത്തുകളുണ്ട്, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുണ്ട്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തന്നെ മുഅ്ജിസത്താണ്. 23 കൊല്ലക്കാലയളവ് മാത്രമേ മുഅ്ജിസത്ത് കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിനിറങ്ങിയിട്ടുള്ളൂ. ആ ഒരൊറ്റ ദഅവത്തിന്റെ ഫലമാ നിങ്ങളെ നാട്ടിൽ ഇരിക്കുന്ന ഈമാനുള്ള ഉമ്മമാര്, ആ ഒരു മുഅ്ജിസത്താണ് നമ്മളെ ഈമാൻ. ഇന്ന് വഅദിന്റെ സദസ്സിൽ വന്ന ഉപ്പമാര്, വഅദിന്റെ സദസ്സിൽ വന്ന അതേ ചെറുപ്പക്കാര്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്താണ്. അവിടുത്തെ ജീവിതം 23 വർഷക്കാലയളവിലെ ജീവിതം
ആ ഒരൊറ്റ ജീവിതത്തിനിടയിൽ ലോകത്ത് മുഴുക്കെ ഈ മഹത്തായ മതത്തെ എത്തിക്കാൻ അവിടത്തേക്ക് സാധിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം യഹൂദികളും അവരുടെ അച്ചാരം വാങ്ങിയിരിക്കുന്ന ചില ആളുകളും ഇന്നലെ തുടങ്ങിയതാണോ? അല്ല. അവർക്ക് സംരക്ഷണം നൽകിയിരുന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക ഭരണകൂടത്തിനിടയിൽ ഒരു സുഖസുന്ദരമായി അവരുടെ ടച്ചടിച്ചിട്ട് അവർക്ക് സുന്ദരമായി ജീവിക്കാൻ നബി തങ്ങൾ അവസരം കൊടുത്തിരുന്നു. പക്ഷേ അവനും ഇന്നും അതേ മുനാഫിക്കുകളുടെ വേഷത്തിലും അല്ലാതെയും ഇസ്ലാമിനോട് ക്രൂരത ചെയ്യുന്നവരായി ചിലര് മാറിപ്പോയി. എല്ലാരും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ചില ചിന്താഗതിയുള്ള ആളുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ഏതൊക്കെ രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്തു അവര്, ഏതൊക്കെ രാജ്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു അവര്, ആരെയൊക്കെ കൊല ചെയ്തു കളഞ്ഞവര്. ഇല്ല, ഇസ്ലാമിന്റെ വളർച്ചക്ക് കുറവ് പറയാനില്ല. ഇസ്ലാമിന്റെ വളർച്ചക്ക് കുറവ് പറയാനില്ല. എവിടെ വളർച്ചക്ക് കുറവ് പറയാനില്ല? ഇസ്ലാം വളരേണ്ട സ്ഥലങ്ങളിൽ വളരുന്നതിന് കുറവ് പറയാനില്ല. ഞാൻ വെറുതെ പറയുകയല്ല. യൂറോപ്യൻ കൺട്രികളിലും അതുപോലെയുള്ള ഇടങ്ങളിലും പോയാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ചില ആളുകൾ പള്ളിയുടെ പുറത്ത് കാത്തിരിക്കുകയാണ്. എന്തിനാണ് എന്നറിയോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ തൊപ്പിയും പിടിച്ചിട്ട് ചില ആളുകൾ ഉണ്ടാകും. നിസ്കരിക്കുമ്പോ തലയിൽ വെച്ച തൊപ്പിയും പിടിച്ചിട്ട് പിരിവിന് നിൽക്കുന്നുണ്ടാകും. ഇതുപോലെ പിരിവിനാണ് എന്ന് വിചാരിച്ചിട്ട് തൊപ്പിയിൽ പോയി പൈസ ഇടാൻ നിൽക്കരുത്. എന്തിനാണ് അവരെ നിൽക്കുന്നത് എന്നറിയോ? ഷഹാദത്ത് ചൊല്ലിപ്പിക്കാൻ, ഇസ്ലാമിനെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ. അറിവുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. യൂറോപ്യൻ കൺട്രികളിലുള്ള ആളുകൾ ചിലപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകാം. ഈ പാവപ്പെട്ട മുത്തലിമിന് ന്യൂയോർക്കിൽ ഒരു പള്ളിയിൽ കയറിയപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലർക്കും പല അനുഭവങ്ങൾ പറയാനുണ്ട്. ഇന്നലെ ഉണ്ടായ ഒരു സുഹൃത്ത് എന്റെ കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോ എന്നോട് ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ള. പള്ളിയിൽ എപ്പോഴും പുറത്ത് ആളുകൾ കാത്തിരിക്കുന്നത് ഷഹാദത്ത് കലിമ ചൊല്ലിപ്പിക്കാനാണ്. അല്ലാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ. അത് റബ്ബിന്റെ തീരുമാനമല്ലാതെ ഒരു യഹൂദിയുടെയും അച്ചാരം വേണ്ട, ഒരു വിരോധിയുടെയും സമ്മതം വേണ്ട. അവന്റെ ദീനിനെ അവൻ നിലനിർത്തുന്നുള്ളത് അവന്റെ തീരുമാനമാണ്. എനിക്കല്ലേ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരായ കൂട്ടുകാരെ, നമ്മുടെ നബിദിനത്തിന്റെ റാലി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ആവേശമാണ്. ഉള്ള ആവേശം കൂടി നിർത്തിക്കളയെന്നാണോ പറയുന്നത്? അല്ല. നബിദിനത്തിന്റെ റാലി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആവേശമാണ്. ആവേശം നബിതങ്ങളോടുള്ള ആവേശമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്താകണം. അത് അങ്ങാടിയിൽ ഇറങ്ങുമ്പോഴുള്ള സുഖാകരുത്, ജനങ്ങളുടെ മുന്നിലുള്ള ഷോ ഓഫിനുള്ള സുഖാകരുത്, വീഡിയോയിൽ വരാനുള്ള സുഖാകരുത്, ജനങ്ങളെ മുന്നിൽ കാണിക്കാനുള്ള സുഖമാകരുത്. മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാകണം നബിദിന റാലി. അങ്ങനെ ആയാൽ ബ്ലോക്ക് ഉണ്ടാകുന്ന റാലിക്ക് മുസ്ലിമിന് കഴിയൂല. കാരണം വഴിപോക്കുകാരന്, വഴിയാത്രക്കാരന് തടസ്സമുണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ച നേതാവാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ ഇഷ്ടപ്പെടുന്നവനാണോ? അവിടുത്തെ സ്നേഹിക്കുന്ന അവിടുത്തെ ഇടിമയാണോ? അവിടത്തോട് സ്നേഹം കാണിക്കുന്ന മൂമിനാണോ? അതെ, അവനക്ക് അങ്ങനെയുള്ള ഈമാനുള്ള മൂമിനാണെങ്കിൽ അതെ ഹബീബായ നബിയെ, അള്ളയുടെ അടിമയാണ് ഞാൻ എന്ന് പറയുന്നതിൽ ഈമാനുള്ള മൂമിന് വിഷമം തോന്നൂല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങയുടെ അടിമയാണ് എന്ന് പറയാൻ സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ അവിടത്തോട് ഹുബ്ബുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ അത് തടസ്സാകൂല എന്നാണ് ഞാൻ പറയുന്നത്. ആളുകൾക്ക് ഈമാനുള്ള വിശ്വാസികളെ നബിദിന റാലിയിൽ നമ്മളെ ഷോഫിനാകരുത്. റാലികളോ നമ്മളെ മദ്രസ പരിപാടികളെ ഷോഫിനാകരുത്. നമ്മളെ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും മറ്റുള്ളവരെ കാണിക്കാനാകരുത്. എന്തിനാകണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാനാകണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എത്ര വട്ടം ഉംറക്ക് പോയത് ചോദിച്ചാൽ ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് പറയാൻ കഴിയൂല. പലതവണ പോയിട്ടുണ്ട് വലിയാരെ, പെട്ടെന്ന് പറയാൻ പറ്റൂല, ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ആ രൂപത്തിൽ വർഷത്തിൽ 2-3 ഉംറ ചെയ്യുന്നവരുണ്ട്, സിയാറത്ത് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു നമുക്ക് പലതവണ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അല്ലാഹു നമുക്ക് പലതവണ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പലതവണ ഉംറ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നവരുണ്ട്. അമീറുമാരായി മാസത്തിൽ 2 തവണ പോകുന്നവരുണ്ട്. എല്ലാ വർഷവും ഹജ്ജിന് അമീറായിട്ട് പോകുന്ന ആളുകളുണ്ട്. വലിയ തൗഫീഖ്, വലിയ ഭാഗ്യം തന്നെ. പക്ഷെ ആ ഭാഗ്യത്തെ കുറിച്ചും നമ്മൾ വിലയിരുത്തണം. എല്ലാ വർഷവും ഉംറക്ക് പോകാന്നുള്ളതാണോ ബഹുമാനം? എല്ലാ വർഷവും ഉംറക്ക് പോകാന്നുള്ളതാണോ ആദരവ്? അല്ല. മറിച്ച് ആ പോകുന്ന പോക്ക് ഒന്നൊന്നര പോക്കായി മാറുള്ളൂ. അതെങ്ങനെയാ? അകലെ മദീനത്ത് കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. എങ്ങനെയാ പോയത്? എയർ കണ്ടീഷനും സംവിധാനവും ഉള്ള ഫ്ലൈറ്റിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നത്തെ സംവിധാനങ്ങളുള്ള കപ്പലിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നത്തെ സംവിധാനങ്ങളുള്ള ട്രെയിനിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകുന്ന യാത്രയിൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ബിസിനസ് ക്ലാസിന്റെ ബോർഡിംഗ് പാസ് ഇല്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എക്കണോമിക് ക്ലാസിന്റെ ബോർഡിംഗ് പാസ് ഇല്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്നത് പിന്നെ എന്താണെന്ന് അറിയോ? ആ മദീനയിലെ ആളുകൾക്കൊക്കെ കൊടുക്കാനുള്ള എന്തെങ്കിലും ഹദിയാണോ? അല്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മദീനയിലേക്ക് സിയാറത്തിന് പോകുന്ന കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധത്തിന്റെ പേരാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത്. ആ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ തട്ടിയ ആ ഒരു സ്നേഹവുമായി മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീന കവാടത്തിന്റെ മുന്നിൽ നിന്നു ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഓ ഹബീബായ നബിയെ, ഉമറുൽ ഫഖീറുൽ മുർതജീൽ ജനാദിക്കും, അങ്ങയുടെ മുന്നിൽ ഫഖീറായ ഉമർ വന്നിട്ട്, ഖാദിയായ ഉമർ വന്നു എന്നല്ല ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഫഖീറായ ഉമർ വന്നിട്ട് എന്തിനാ വന്നത്? ഉമർ ഖാദിയുടെ കണ്ണിൽ ആ 2 കണ്ണിൽ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്ന നബിയെ. എന്തിനാണ് എന്നറിയോ? മദീനയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടല്ല, മദീനയിൽ കിടക്കാൻ ഒരു സ്ഥലം കിട്ടാത്തത് കൊണ്ടല്ല, ഹോട്ടലിലെ സൗകര്യം പറഞ്ഞതിന്റെ പേരിലല്ല. മദീനയിലെത്തിയപ്പോ മക്കളെ മിസ് ചെയ്തിട്ടില്ല. മദീനയിലെത്തിയപ്പോ ഭാര്യയുടെ ഇല്ലാത്തതിന്റെ പേരിലുള്ള ബേജാറിലല്ല. എന്തിനാ മദീനത്തെ റൗള ശരീഫിന്റെ മുന്നിൽ നിന്ന് ഞാൻ കരയുന്നത് എന്നറിയോ? ഓ ഹബീബായ നബിയെ, അങ്ങയോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. എന്റെ വാത് കേൾക്കുന്ന വിശ്വാസികളെ, ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ട് 150-160 കൊല്ലം ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീനത്തെ റൗള ശരീഫിന്റെ മുന്നിലേക്ക് പോയത് അമേരിക്കയിൽ നിന്നല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സമ്പന്ന രാജ്യത്തിൽ നിന്ന് പോയത് കൊണ്ടാണ് എന്ന് വിചാരിക്കരുത്. എന്താ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പോയത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. കേരളക്കാരനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീനത്തെ റൗള ശരീഫിന്റെ മുന്നിൽ വന്നു നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയ സ്നേഹമുള്ള ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണാതെ പോയില്ല. പൂട്ടിയിട്ട് പോലീസുകാർ കാവൽ നിൽക്കുന്ന മദീനത്തെ റൗള ശരീഫിന്റെ കവാടം ഓട്ടോമാറ്റിക്കായി തുറന്നുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. അത് കേൾക്കുന്ന വിശ്വാസികളെ, കയ്യിൽ എന്ത് വേണം? ബോർഡിംഗ് പാസ് അല്ല വേണ്ടത്. പോകുമ്പോൾ കുറെ ദിർഹമുകളല്ല വേണ്ടത്. കയ്യിലുണ്ടാകേണ്ടത് റിയാലുകളാണോ? അല്ല. കയ്യിലുണ്ടാകേണ്ടത് ഭൗതികമായ സൗകര്യങ്ങളാണോ? നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. പോകുമ്പോൾ കയ്യിലുണ്ടാകേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയ സ്നേഹമാണ്. ആ സ്നേഹം തട്ടിയ നല്ല ഒട്ടകങ്ങളെ കുറിച്ച് ആ മഹാന്മാർ നമുക്ക് പാടിത്തന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വന്നു ആ ഒട്ടകങ്ങൾ കരയുകയാ. നബിതങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് അവിടുത്തെ മുന്നിൽ വെച്ച് കരയുകയാണ് മാൻപേടകൾ. ആ കരയുന്ന മാൻപേടകൾക്കും ഒട്ടകങ്ങൾക്കുമെല്ലാം റഹ്മത്തായി, റഹ്മത്തുൽ ലിൽ ആലമീൻ, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി വൽ വഹ്ശു വൽ അശ്ജാറു ഖദ് സജദത് ലഹു അലൈഹി വസല്ലംന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വന്നു സലാം പറയുന്ന കല്ലുകളെ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞതാരാ? ജീവിതത്തിൽ കളവ് പറയാത്ത റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ഏത് മുക്കിലെ ജീവിക്കുന്ന ഉമ്മമാരാണെങ്കിലും, എത്ര ചെറിയ വീട്ടിൽ ജീവിക്കുന്ന ഉമ്മമാരാണെങ്കിലും, എത്ര ചെറിയ റൂമുകളിൽ ജീവിക്കുന്ന ബാപ്പമാരാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടത് നമ്മളെ ഭൗതിക സൗകര്യങ്ങളല്ല. നമുക്ക് വേണ്ടത് ഭൗതികമായ വിശാലതകളല്ല. മറിച്ച് നബിതങ്ങളെ മുന്നിൽ രക്ഷപ്പെടാൻ, അവിടുത്തെ മഹബ്ബത്ത് കിട്ടാൻ നമ്മളെ കയ്യിലുണ്ടാകേണ്ട ആയുധ മഹബ്ബത്തു റസൂലില്ലാഹ്.
അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദകൾക്കുന്ന ചെറുപ്പക്കാരെ ഏതോ കാമുകിയുടെ മെസ്സേജ് കാണുമ്പോ മറന്നു പോകുന്ന പ്രവാചകനാകരുത്. ഏതോ ഭൗതികതയുടെ സുഖങ്ങൾ കാണുമ്പോ എന്ന ദുനിയാവിലെ പടം കാണുമ്പോൾ മറന്നു പോകുന്ന പ്രവാചകനാകരുത്. ഏതോ സിനിമാതരം കാണിച്ചു തരുന്ന ആശയങ്ങളും അവന്റെ ജീവിതത്തിലെ ചിട്ടകളും കാണുമ്പോൾ ഇന്നത്തെ ഈ ലോകത്ത് ജീവിക്കുന്ന 24-ാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ ദീനിനെ ചെറുതാക്കി കാണിച്ച് ഇത്തരം സിനിമകൾക്കും ആവശ്യമില്ലാത്ത ചിന്താഗതികൾക്കും മുഖവില നിൽക്കുന്ന വിവരദോഷികളായി നമ്മൾ മാറിയാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം നമുക്ക് സമ്പാദിക്കാൻ കഴിയില്ല. അല്ലാഹു അവിടുത്തെ തിരുനോട്ടം ലഭിക്കുന്ന നല്ല സാലിഹീകളുടെ കൂട്ടത്തിൽ നമ്മളെയും ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീകളെയും അല്ലാഹുവേ ഫضل കൊണ്ട് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അതിന് കാരണമാകുന്ന മജ്ലിസായി ഞങ്ങൾ ഈ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അതിന് കാരണമാകുന്ന ഒരു സദസ്സായി നിങ്ങൾ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങളുടെ സർവ്വ സദസ്സുകളും നിങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി തരണേ അല്ലാഹ്. ദുനിയാവിന്റെ സദസ്സാക്കി നീ നശിപ്പിക്കരുത് അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് മനസ്സിന്റെ ഉള്ളിൽ നിറച്ചു വെക്കുന്ന നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. നല്ലത് പറയാനും പഠിക്കാനും അവിടുത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും അവിടുത്തോടുള്ള ഹുബ്ബ് മനസ്സിന്റെ ഉള്ളിൽ ഏറ്റിയെടുക്കാനും അടിയങ്ങളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ പൂമുഖം കണ്ട് മരിക്കുന്ന സാലിഹീകളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ അവിടുത്തെ കാണിച്ച് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മലക്കുകളോട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എന്റെ കരളിന്റെ കഷ്ടമായ നബിതങ്ങളാണ്. ആ മലക്കുകളോട് ഖബറിൽ വെച്ച് മറുപടി പറയാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടു പോയ പലരും ഖബറിലുണ്ട്. ഇവരെ ഖബറിലൊക്കെ നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ആഘോഷിക്കാൻ ഞങ്ങളെ കൂടെ മുൻഗാമികളായി ജീവിച്ച് മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഞങ്ങളെ പലയിടങ്ങളിലും പ്രസംഗത്തിനും അല്ലാതെയും പോയപ്പോൾ ഞങ്ങളെ കൂടെ സദസ്സിലുണ്ടായിരുന്നവരുണ്ട്. ആര് മരിച്ചു പോയവരുണ്ട് അവരൊക്കെ ഖബറിൽ നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. പല വിഷമങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് പറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴും ദുആ കൊണ്ട് പറഞ്ഞു വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഉമ്മക്ക് സുഖമില്ലാതെ ഇന്നും വിളിച്ചപ്പോൾ ദുആർക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സദസ്സിലും പലരും പല പ്രയാസങ്ങളും മനസ്സിൽ കരുതിയവരുണ്ട്. അല്ലാഹ് ജോലിയുടെ ബുദ്ധിമുട്ടായിട്ട് നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എളുപ്പമാകാൻ വേണ്ടി ദുആ കൊണ്ട് പറഞ്ഞു വരുന്നുണ്ട്. ഖൈറായ വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു നിയമക്കുരുക്കളും ഞങ്ങളെയും അവരെയും നീ കുടുക്കിക്കളയരുത് അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും വറയിലും നീ ജീവിപ്പിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ മംഗലാപുരം ഭാഗത്തോ കാസർഗോഡ് ജില്ലയിലോ ഞാൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ വർഷം സ്റ്റേജിൽ നിന്ന് ഒരു വാപ്പ വന്നിട്ട് കൈപിടിച്ചിട്ട് പറഞ്ഞു മോനെ 3 മക്കൾക്ക് ഡയാലിസിസ് ചെയ്യാൻ ഹർക്കണം അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്കോ ഞങ്ങൾക്കോ അത്തരം രോഗം നൽകി നീ പരീക്ഷിക്കരുത് അല്ലാഹ്. പടച്ച റബ്ബേ ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്. ആഫിയത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്. ഇഖ്ലാസിൽ ജീവിപ്പിക്കണേ അല്ലാഹ്. വറയിൽ ജീവിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള മഹബ്ബത്ത് നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം സമ്പാദിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് അല്ലാഹ്. ഞങ്ങളോട് വിട പറഞ്ഞു പോയ താജുൽ ഉലമയടക്കം ഞങ്ങളോട് വിട പറഞ്ഞു പോയ താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട മകൻ ഖുറാത്ത് തങ്ങളടക്കം അതുപോലെ ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഒരുപാട് അവേലത്ത് തങ്ങൾ പറഞ്ഞാൽ തീരാത്ത സാദാത്തുകൾ ഞങ്ങളെ നേതാക്കൾ പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹ് എല്ലാവരുടെയും ദർജന നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ഖബറിൽ നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അവരെ കൂടെ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അവരുടെയോ ഞങ്ങളുടെയോ ജീവിതത്തിൽ അപാകതകൾ സംഭവിച്ചു പോയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അടിയങ്ങളായ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ വാപ്പക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ നന്നാക്കി ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ടവർക്ക് നീ ഒരു പരീക്ഷണം നൽകരുത് അല്ലാഹ്. ഞങ്ങളെ കൊണ്ടവർക്ക് ഒരു പരീക്ഷണം നൽകരുത് അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെയും നീ പരീക്ഷിക്കരുത് അല്ലാഹ്. പടച്ച റബ്ബേ പല വിഷയങ്ങളും പറഞ്ഞ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീകളുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞവരുണ്ട്. എല്ലാം പറയുന്ന റബ്ബ് നീയാണ് അല്ലാഹ്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നീ ഖൈറിന്റെ വഴികൾ തുറക്കണേ അല്ലാഹ്. കടത്തിൽ മുന്നിൽ
കിടക്കുന്ന ആളുകൾ ദുആ കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാഹ് ജോലിയുടെ പ്രയാസം പറഞ്ഞ് ദുആ കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് അല്ലാഹ് നീ ഖൈറായ ജോലി നൽകണേ അല്ലാഹ് ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين ഈമാനുള്ള വിശ്വാസികളെ അത് പറഞ്ഞു നമ്മളൊക്കെ നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നത് പ്രസംഗിച്ച് ഞാനൊന്ന് നന്നാകാനാണ് നമ്മളൊക്കെ അതിനു വേണ്ടി തയ്യാറക്കണം അല്ലാഹു നമ്മളെല്ലാവരെയും അവന്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അവന്റെ മഹമായ ഫള് കൊണ്ട് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കൂട്ടുകാരെ യൗവനം എന്ന് പറയുന്നത് മനുഷ്യനെ വഞ്ചിച്ച് കളയുന്ന ഒരു നിയമത്താണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യുവാക്കളോട് വലിയ സ്നേഹം കാണിച്ച നേതാവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ നടത്തത്തിലും നമ്മുടെ നൃത്തത്തിലും നമ്മുടെ വേഷത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ആലോചനകളിലും നമ്മുടെ ഓട്ടങ്ങളിലും നമ്മുടെ കേൾവികളിലും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃകയാകണം അവിടുത്തെ മാതൃകയാക്കുന്ന പ്രവർത്തനങ്ങളാകണം അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അവിടുത്തെ തിരുനോട്ടം നഷ്ടപ്പെടുത്തുന്ന ചിന്താഗതികൾ ഉണ്ടാകരുത് തിരുനോട്ടങ്ങൾ ഇഷ്ടപ്പെടാതെ അവിടുത്തെ തിരുനോട്ടം നഷ്ടപ്പെടുന്ന ചാറ്റിങ്ങുകൾ ഉണ്ടാകരുത് അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരായ യുവാക്കളെ എത്ര യുവാക്കളെ പറയാനുണ്ട് എന്നറിയോ പലയിടങ്ങളിലും ചെന്നാൽ പഴയകാലം പോലെയല്ല സ്റ്റേജുകളിലേക്ക് നോക്കിയാൽ പഴയകാലത്തൊക്കെയും ഇന്ന് ഹാജിയാരുടെ പേരിലാണ് സദസ്സ് കാണുക ഇപ്പൊ പലയിടങ്ങളിലും സദസ്സുകളിലേക്ക് ചെന്നാൽ ആ സദസ്സ് ചെറുപ്പക്കാരനായ നമ്മളെ കൂടെ പ്രവർത്തിച്ചിരുന്ന പല കൂട്ടുകാരുടെയും പേരുകളിലാണ് പല മജ്‌ലിസുകളും ഇന്ന് സംഘടിക്കപ്പെടുന്നത് ഇന്നലെ ഈ പാവപ്പെട്ട മുത്താലിം ഒരു സദസ്സിൽ പങ്കെടുത്തിരുന്നു 16 വയസ്സുകാരൻ അല്ലെങ്കിൽ 18 വയസ്സുകാരൻ മരണപ്പെട്ടു പോയ കൂട്ടുകാരന്റെ പേരിൽ നാട്ടിലെ ഒരു കൂട്ടം പറ്റം യുവാക്കൾ നടത്തിയ സദസ്സാണ് അവിടുത്തെ ഒരു കൂട്ടം പറ്റം യുവാക്കൾ നടത്തുന്ന സദസ്സിനെ കുറിച്ചാണ് ആ സദസ്സിൽ പറയാനുള്ളത് എന്റെ മേൽ കേൾക്കുന്ന വിശ്വാസികളെ നാളുകളിൽ ചിലപ്പോൾ ആ സ്മരിക്കപ്പെടുന്ന ഒരു കൂട്ടുകാരൻ ഞാനായിരിക്കാം അടുത്ത വർഷം നിങ്ങളുടെ നാട്ടിൽ നബിദിനത്തിന്റെ പരിപാടി വരുമ്പോൾ നിങ്ങൾക്കൊക്കെയും ഈ മുത്താലിമിനെ ഒരു അനുസ്മരണമായി മാറുന്നു അറിയില്ല ബാലിനെ വിളിക്കാൻ പോയിട്ട് അയാൾ ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാ വിവരങ്ങൾ അറിയുന്നത് മേൽ കേൾക്കുന്ന വിശ്വാസികളെ നമ്മൾ ചുറ്റുമറ്റും കാണുന്ന ജീവിതമല്ല യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് ലോകത്ത് നമ്മൾ കാണാത്തൊരു ജീവിതമല്ല നമ്മൾ അറിയാത്തൊരു ജീവിതമുണ്ട് നമ്മൾ മനസ്സിലാക്കാതെ പോയൊരു ജീവിതമുണ്ട് ഏതാണെന്നറിയോ 60 കൊല്ലത്തെ ജീവിതമല്ല 70 കൊല്ലത്തെ ജീവിതമല്ല പാവപ്പെട്ട മുത്താലിമിന്റെ ജീവിതം പരിശോധിച്ചാൽ ജീവിതത്തിന്റെ പകുതി ഭാഗത്തിലേറെ കഴിഞ്ഞുപോയി എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്ന പലരെയും ചെറുപ്പക്കാരായ യുവാക്കളോട് ചോദിച്ചാൽ ഒട്ടുവേദനയില്ലാത്ത യുവാക്കൾ കുറവാണ് ഊരവേദനയില്ലാത്ത യുവാക്കൾ കുറവാണ് രോഗങ്ങൾ പലതും പറയാനില്ലാത്ത യുവാക്കൾ കുറവാണ് യൗവനമാണ് നമ്മുടെ ജീവിതം നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്റെ കൂട്ടുകാരെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ നേരത്തെ കാലത്തെ നമ്മളൊന്ന് പിടികൂടിയിട്ടുണ്ട് എന്തിനാണ് എന്നറിയോ മറന്നു പോകാത്ത ആഖിറത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് എന്നും ജീവിക്കേണ്ട പാരത്രികത്തെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു ഓർമ്മപ്പെടുത്തലിനാണ് ആ ആഹാരം നഷ്ടപ്പെടുത്തുന്ന ഒരു ചാറ്റിങ്ങോ ആഹാരം നഷ്ടപ്പെടുത്തുന്ന ഒരു തോന്നലോ ആഹാരം നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വൈപ്പിങ്ങോ ഈമാനുള്ള വിശ്വാസികളെ നമ്മളെ ഫോണുകളിലോ നമ്മളെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലോ നോട്ടങ്ങളിലോ ഉണ്ടാകരുതെന്ന് മുത്തഅല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നിലക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഒരു യൗവനം ലഭിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നീകളപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് അർശിന്റെ തണലിൽ ലഭിക്കുന്ന മുഅ്മിനീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫീ ഇബാദത്തില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യൗവനം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ചാണവീതയോ മൈലുവീതയോ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആരും തണല് തരാനില്ലാത്ത ലോകത്ത് തണല് തരാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്തൊരു കൂട്ടം ആളുകളാണ് അല്ലാഹുവിന്റെ വഴിയിൽ യൗവനത്തെ ചെലവഴിച്ച ചെറുപ്പക്കാരൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കൂടെ ആ ഒരു ലോകത്ത് സന്തുഷ്ടമായ നിമിഷങ്ങൾ കാഴ്ചവെക്കാൻ കാരണമാകുന്ന ഒരു സദസ്സായി അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസിനെയും നമ്മിൽ നിന്ന് കബൂൽ ചെയ്തു തരുമാറാകട്ടെ വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു